കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതുപോലെ അങ്ങ് ചെയ്യുവോ? നമ്മളങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് സിനിമയിലേക്ക് നോക്കുന്നൊന്നുമില്ല. അങ്ങനെ നല്ല സാധനം വരുമ്പോൾ ചെയ്യും. എന്നെ സ്ക്രീനിൽ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. ആരും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുമൊന്നുമില്ല. സ്റ്റാർ മാജിക്കിന് വിളി വരുന്നുണ്ട്, ഇപ്പൊ കാണാറില്ല അതിനകത്ത്. ഇവിടുത്തെ ഒരു ഷൂട്ട് ഡേറ്റ് സമയത്ത് തന്നെയായിരിക്കും എനിക്ക് അവിടെ നിന്ന് വിളിക്കാം. ഞാൻ അന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. സത്യം പറഞ്ഞാൽ കുറച്ച് ഈ കുട്ടി ഇങ്ങനെ ഒന്ന് രണ്ട് വാക്കിൽ നിർത്തുകയാണ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഇങ്ങനെ തന്നെ സംസാരിച്ചു. ഹലോ നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. പാർവതി ലൊക്കേഷൻ തന്നെയാണ്. ഇപ്പം നമ്മോടൊപ്പം ഉള്ളത് പാർവതിയിൽ ഇപ്പം 1 year ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം റിനിയാണ്. ഹായ് റിനി, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. കാര്യം മുല്ലപ്പൂ ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് ഇപ്പം പെൺകുട്ടികളിപ്പം യൂസ് ചെയ്യുന്നത് വളരെ റയറാണ് കേട്ടോ. സീരിയലിന് വേണ്ടി മാത്രമാണ് അതിപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടം മുല്ലപ്പൂ യൂസ് ചെയ്യാൻ. അപ്പൊ ഇന്നിവിടെ ഒരു ഫംഗ്ഷൻ, കല്യാണത്തിന്റെ ഒരു സീനാണ് എടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് കൂടുതൽ മേടിച്ചു. അല്ല, നല്ല സാരി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം കോസ്റ്റ്യൂം ഫുള്ള് ഭയങ്കര വൈബ്രന്റ് ആയിട്ടുണ്ട്. ഈ സീരിയൽസിന് പൊതുവെ ലേഡീസിന് ഇമ്പോർട്ടൻറ്റ് ഈ കോസ്റ്റ്യൂം തന്നെയാണല്ലേ. അതായത് ബോഷ് സീരിയൽ മീൻസ് അത് വലിയ കൊട്ടാരങ്ങൾ കാണിക്കുന്ന സീരിയലിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് പാടാണ് കോസ്റ്റ്യൂം എടുക്കാനായിട്ടല്ലേ? സ്വന്തം കോസ്റ്റ്യൂം അല്ലേ? എല്ലാം സ്വന്തം കോസ്റ്റ്യൂമാണ്. അത് പണ്ട് തൊട്ടേ സീരിയൽസിന് അങ്ങനെ ഒരു പാറ്റേൺ എനിക്കൊന്നും ഇനിയിപ്പോൾ മാറി മാറി വരുമായിരിക്കും. അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഇപ്പോഴും എല്ലാവരും അതുപോലെ. ആക്ച്വലി സീരിയലിൽ അങ്ങനെ പ്രൊഡക്ഷനിൽ തരാൻ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും അല്ലേ? പക്ഷേ മലയാളത്തിൽ എനിക്കൊന്നും മറ്റു ഭാഷകളിൽ കൊടുക്കുന്നുണ്ട് ഏതൊക്കെയോ ചില ഇതിലൊക്കെ. അല്ല ഇതൊക്കെ നമ്മൾ തന്നെയാണ്. പക്ഷേ ഈ ചില സ്പെഷ്യൽ ഫങ്ഷൻസിനുള്ള ചില വെഡ്ഡിങ് സാരീസ്, ഇപ്പോൾ ചില പോലീസ് ക്യാരക്ടേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, അതൊക്കെ കമ്പനി തന്നെ തരും. അത് അവർ ചൂസ് ചെയ്യുന്നതായിരിക്കാം. അല്ലാതെ അവർക്ക് സെലക്ഷൻസ് ഇല്ല. ഏതായാലും കുഴപ്പമില്ല, കുറച്ച് ബോഷ് ആവണമെന്നുള്ളൂ. പോലീസ് ക്യാരക്ടർ ആകുമ്പോൾ യൂണിഫോം അല്ലേ? അപ്പൊ നമ്മൾ പട്ടുസാരിയൊക്കെ അതും ചിലതൊക്കെ ചില റയറായിട്ട് വെഡ്ഡിങ്, എന്നാലും മോസ്റ്റ്ലി എല്ലാം ആർട്ടിസ്റ്റുകൾ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ചുമ്മാ അല്ല കൗണ്ടർ അടിക്കുന്നത് ബിനിച്ചേട്ടൻ. ഈ സ്റ്റാർ മാജിക്കിലേട്ട് സംസാരം ഇങ്ങനെ തന്നെയാണോ? വഴക്കൂടിയാൽ ഇങ്ങനെയാണോ? അങ്ങനൊന്നല്ല, ചേഞ്ച് ആവും. വഴക്കൂടിയ ചേഞ്ച് ആവും. വഴക്കൂടിയ മാത്രല്ല, ഇങ്ങനെ എന്താ പറയാ, പക്ഷേ ലാഗ് ആവുന്നത് എപ്പോഴും അതിനകത്ത് പറയാറുണ്ട്. സംസാരം പറഞ്ഞ് പെട്ടെന്ന് തീർക്കാൻ പറയാറുണ്ട്. നമ്മളിപ്പോ പെട്ടെന്ന് കണ്ടിട്ട് സംസാരിക്കും, കുറച്ച് ക്ലോസ് ആയി. അതല്ല സ്റ്റാർ മാജിക്കിലെ കാര്യം ഞാൻ പറഞ്ഞു. അത്രയും വർഷമായിട്ടും എന്താന്ന് എനിക്കറിയില്ല. അങ്ങോട്ട് എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്രോഗ്രാമാണ്. എനിക്ക് അവിടെ എല്ലാവരെയും ഭയങ്കര ഇഷ്ടം, ഭയങ്കര കാര്യം, ഭയങ്കര ഫ്രീ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. പക്ഷെ എന്തോ ഈ കളിയാക്കൽ ഇഷ്ടമുള്ള ആളാണോ? ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഇഷ്ടമാണെന്നുള്ളത്? കളിയാക്കലുകൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓവറാവാൻ പാടില്ലല്ലേ? അല്ല, അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. ഈ എന്താ പറയാ, ഭയങ്കര എന്താ അതിനകത്ത് കളിയാക്കലുകളൊന്നും എനിക്ക് കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതിനകത്തെല്ലാം തമാശ രീതിയിൽ പറയുന്നത്, അതെല്ലാം നമ്മൾ അവിടെ നമുക്ക് അറിയാലോ. എല്ലാരെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പിന്നെ അപ്പൊ അതുകൊണ്ട് അതിലെല്ലാരും പറയുന്നത് നമുക്ക്. നമ്മള് പല ലൊക്കേഷനിൽ പോകുന്ന ആളല്ലേ. റിനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവിടെ 1 വർഷമായിട്ടുണ്ട്. സ്റ്റാർ മാജിക്കിൽ പോകുന്നുണ്ട്. ഇപ്പൊ സ്റ്റാർ മാജിക്കിൽ നിന്ന് വിളി വരുന്നുണ്ട്, ഇപ്പൊ കാണാറില്ല അതിനകത്ത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, വിളി വരാറുണ്ടോ അതോ പോകാത്തയാണോ? വിളി വരാറുണ്ട്, പക്ഷേ ഇവിടുത്തെ ഒരു ഷൂട്ട് ഡേറ്റ് സമയത്ത് തന്നെയായിരിക്കും എനിക്ക് അവിടെ നിന്ന് വിളിക്കാം. സെയിം ടൈം. അതിലിങ്ങനെ ഓരോ വീക്ക് അത് ആ ഒരു എപ്പിസോഡിനനുസരിച്ച് അവിടുത്തെ ഷെഡ്യൂൾ. പക്ഷേ ഇവിടുത്തെ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു 1 to 20 അല്ലെങ്കിൽ 25 അങ്ങനെ ഡേറ്റ്സ് വരും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ തവണ വിളിച്ച സമയത്തൊക്കെ ഇവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു. വിളിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ, പക്ഷെ ഷൂട്ട് കാരണം മിസ് ചെയ്യുന്നുണ്ടോ? ഭയങ്കരമായിട്ട് നല്ല ഗെയിംസും കാര്യങ്ങളും പിന്നെ അവിടെ. അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരെയും എനിക്കിഷ്ടമാണ്, എല്ലാവരുമായിട്ടും. അതിനകത്തൊരു ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നിങ്ങൾ സംസാരത്തിനിടയിൽ അനു റൂം ഷെയർ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ അനു പലരുമായിട്ട് റൂമിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം മീൻ തലയുടെ കഴിക്കുന്ന കാര്യം, മുള്ളു കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പം ഇതിനെ ഒരു കൗണ്ടർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അതിനകത്ത് മീൻ മുള്ളു ചവച്ചരച്ച് അവൾ കഴിച്ച് വീഴുന്നു പറഞ്ഞാൽ അങ്ങനത്തെ കൗണ്ടർ അത് ഏറ്റെടുത്ത് ബിനിച്ചേട്ടൻ ഏറ്റെടുത്തു. അത് ഞാൻ ഇന്നലെയും കൂടി എപ്പിസോഡ് കണ്ടിട്ട് അന്നേരം ഇനിയോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അത് സത്യമാണ്. അത് അനു എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. പക്ഷെ ഞാൻ അവളോട് ആ ചോദ്യം ചോദിച്ചിട്ടില്ല. മീൻ തല ഭയങ്കര ഇഷ്ടമാണ്. മീൻ തലയൊക്കെ മീൻ തല കഴിക്കണ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം.
ഞാൻ അന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും, സത്യം പറഞ്ഞാൽ കുറച്ച് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ പ്രേക്ഷകർ ചോദിക്കും ഇപ്പം മീൻതലയുടെ കാര്യം ചോദിക്കാനാണ് റിനി പിടിച്ചിരിക്കുക, അല്ല പാർവതിയുടെ വിശേഷങ്ങൾ ചോദിക്കാനായിട്ടാണ്. പറയും പാർവതിയുടെ വിശേഷങ്ങൾ പറയും. പാർവതി ഇപ്പോൾ തുടങ്ങിയിട്ടൊരു 1 ഇയർ കഴിഞ്ഞു. അപ്പം തുടക്കം തൊട്ടേ എൻ്റെ ക്യാരക്ടർ ഉണ്ട്. എൻ്റെ ക്യാരക്ടറിന്റെ നെയിം ഗാർഗി എന്നാണ്. ആദ്യം തൊട്ടേ ഗാർഗി. ഗാർഗി വെറൈറ്റി, ഒരു വെറൈറ്റി പേരാണ്. എനിക്കിഷ്ടമാണ് ആ പേര്, നല്ല വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടർ തുടക്കം തൊട്ടേ ഉണ്ട്, നല്ല രീതിയിൽ ഇതുവരെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. സീരിയലും അതുപോലെ നല്ല രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ട് നന്നായിട്ട് ഇപ്പം 300 എപ്പിസോഡ് കഴിഞ്ഞു, നന്നായിട്ട് തന്നെ. അതെ, 300ന്റെ നിറവിലിരിക്കുക. ഈ റിനി എന്നുള്ള പേര് ചേഞ്ച് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞെങ്കിൽ ഇത് ഗാർഗി എന്ന് ഇഷ്ടമുണ്ടോ? അങ്ങനെ ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ ഗാർഗി ഇടാം. ഇഷ്ടമുണ്ട്? ഇഷ്ടമുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഓപ്ഷൻസ് അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഓപ്ഷൻസ് വെക്കുമല്ലോ. അതെ അതെ അതെ. വേറെ തലത്തിലേക്ക് പോകുമ്പോൾ, സിനിമയിലേക്ക് പോകുമ്പോൾ ചിലപ്പം റിനിന്ന് മാറ്റിയിട്ട്. അല്ല, അങ്ങനെ മാറ്റമൊന്നുമില്ല, അത് തന്നെ വെക്കുള്ളൂ, റിനിന്ന് തന്നെ വെക്കുള്ളൂ. അഥവാ അങ്ങനെ വേണം, അങ്ങനെ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചോണ്ട് പറഞ്ഞു. ചിലര് ജോത്സ്യം നോക്കിയിട്ട് പേര് മാറ്റിയിട്ട് നമുക്ക് ആ പേര് വെച്ചാൽ കൊള്ളാന്നൊക്കെ ഉള്ള ഒത്തിരി പേര് മാറ്റിയിട്ടുണ്ട് ഇപ്പം ഇൻഡസ്ട്രിയിലൊക്കെ. സീരിയൽ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും താല്പര്യമുണ്ടോ? സീരിയൽ അങ്ങനെ മാറ്റിയതായിട്ട് അധികം ആരും മാറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ താല്പര്യമൊന്നുമില്ല. ഇത് ഈ കുട്ടി ഇങ്ങനെ 1-2 വാക്കിൽ നിർത്തുകയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കേട്ടോ. ഇതിങ്ങനെയാണ് റിനി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാര്യം. എൻ്റെ നാട്ടുകാരിയാണ്. നമ്മൾ സ്റ്റാർ മാജിക്കിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ 2 വാക്കിൽ നിർത്തുക. ഇടയ്ക്ക് കൗണ്ടർ അടിക്കണ്ടായിരുന്നു അതല്ലേ? ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയൊക്കെ ചെറിയ സമയത്ത് ഇങ്ങനെ നല്ല ഫോമിൽ നിൽക്കുമ്പോൾ ഇത് പറയാം. എന്നാലും എനിക്കൊരു ചമ്മല് വരും, മൈക്ക് വരും. ചമ്മല് മാറ്റം ഞാൻ ചെറിയൊരു സാധനം പറഞ്ഞു തരട്ടെ, പെട്ടെന്ന് പറഞ്ഞാൽ. ടങ് ട്വിസ്റ്റ് ആണ്, റിനിയെ കൊണ്ട് പെട്ടെന്ന് പറയാൻ പറ്റും. നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാലോ. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. സ്പീഡായി 3 പ്രാവശ്യം പറഞ്ഞു. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതുപോലെ അങ്ങ് ചെയ്യുവോ? സീരിയലിൽ നല്ല രീതിയിൽ 1 വർഷം പോയിക്കൊണ്ടിരിക്കുന്നല്ലേ, ചുമ്മാ ഒരു ഫണ്ണാക്കി. ഇപ്പം ആ ഒരു മൈൻഡ് മാറിയില്ലേ? അപ്പൊ ഇനിയിപ്പം സിനിമയിലേക്കൊക്കെ ഏതെങ്കിലും സിനിമയിലേക്കൊക്കെ വിളി വന്നിട്ടുണ്ടോ? കാര്യം റിനിയെ പോലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരേണ്ടതാണ്. ഈ മിനി സ്ക്രീനിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആ വലിയ സ്ക്രീനിലൂടെ, ബിഗ് സ്ക്രീനിലൂടെ വരാനുള്ള ചാൻസസ് ഉണ്ടോ? ചാൻസസ് ആഗ്രഹമുണ്ട്, നല്ല വർക്ക്. പിന്നെ ഇപ്പം ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, എല്ലാ മാസവും ഇങ്ങനെ എന്താ പറയുക, നമ്മളൊരു ജോലിക്ക് പോകുന്നത് പോലെയാണ്, നോർമൽ ഓഫീസ് ഡ്യൂട്ടിക്ക് പോകുന്ന പോലെയാണ് ഈ സീരിയൽ എന്ന് പറയുന്ന സാധനം. സിനിമയെന്ന് പറയുമ്പം കുറച്ച് ഷെഡ്യൂൾ ഗ്യാപ്പിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം മാസത്തിൽ അതിനിടയ്ക്ക് ഷെഡ്യൂൾസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ബാക്കിയുള്ളൊരു ടൈം നമ്മൾ അങ്ങനെ റെസ്റ്റ് എടുക്കും. നമ്മൾ വേറെ ഒന്നിനും മെനക്കിടില്ല, റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ആരും എന്താ പറയുക, നമ്മളങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് സിനിമയിലേക്ക് നോക്കുന്നൊന്നുമില്ല. അങ്ങനെ വന്നാൽ നല്ല സാധനം വരുമ്പോൾ ചെയ്യും, നല്ലതാണെങ്കിൽ നമ്മൾ ചെയ്യും, നല്ലതാണെങ്കിൽ ചെയ്യും. പിന്നെ അതുപോലെ റിനി നമ്മുടെ വെളിയം എന്ന് പറയുന്ന ചെറിയൊരു ഉൾഗ്രാമമാണ്. അതിനകത്ത് മാലയിൽ എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും കുറച്ചുകൂടി ഉള്ളിലോട്ടുള്ള ഗ്രാമമാണ്. അവിടെ ജനിച്ചിട്ട് വളർന്നതൊക്കെ ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ജനിച്ചിട്ട് വളർന്നത് ഞാൻ 10th വരെ അവിടെ തന്നെ. +1 +2 ആയപ്പോഴാണ് ഞാൻ ഈ മംഗല്യപ്പട്ട് കറുത്തമുത്ത് അത് ചെയ്യുന്ന സമയത്താണ് ഞാൻ +1 പഠിക്കുന്നതാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ +1 ടൈമിലാണ് ഇങ്ങോട്ട് വന്നത്. എനിക്കൊന്ന് അത്രയും ഒരു ഉൾപ്രദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഉള്ളൊരു ചേഞ്ചസ് എന്തൊക്കെയുണ്ട്? കാര്യം അവിടെ നമുക്ക് അധികം മോഡേൺ ആവാൻ പറ്റത്തില്ല. മോഡേൺ ആയിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രകൃതമാണ്. ഇപ്പോൾ എങ്ങനെയാണ് അവിടുന്ന് മാറിയുള്ള ചേഞ്ചസ് എങ്ങനെയുണ്ട്? അതിപ്പോൾ നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എന്തായാലും ഗ്രാജുവലി അവിടുന്ന് മാറിയപ്പോൾ അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും പറയാനില്ല. കാര്യം എന്താണെന്നറിയോ, ഇപ്പം നമ്മളിപ്പോൾ അന്ന് ഞാൻ ഇങ്ങോട്ട് മാറുന്ന സമയത്ത് 14-15 10th കഴിഞ്ഞിട്ടുള്ള സമയത്താണ്. ആ സമയത്തും അവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് പോലും അങ്ങനെ ഭയങ്കര ഒരു ചേഞ്ച് ആയിട്ട് അങ്ങനെ എനിക്ക് പിന്നെ മനസ്സിലായി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോഴും അവിടെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചുകൂടി ഒന്ന് അങ്ങനെ തന്നെ നിന്നേനെ. ഇപ്പം ഇവിടെ വന്നിട്ട് എന്താ പറയുക, കുറച്ചുകൂടെ വേറൊന്നുമല്ല, സൗണ്ട് കേട്ടാൽ നമ്മുടെ കൺട്രോളർ ആനന്ദൻ അവിടെ കിടന്ന് അലറിയതാ. വേറൊന്നുമല്ല അവിടെ കിടന്ന് അലറിയതാ. കാര്യം റിമി ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല റിനി, അതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ തിരിച്ച് അവിടേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞു ഇതിലാണ് ഇപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉള്ള
ആൾക്കാരുടെ പ്രതികരണം, അതായത് നാട്ടുകാരുടെ സ്വീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും നല്ല കാര്യമാണ്, ഇഷ്ടമാണ്. എല്ലാവരും ചോദിക്കും ഒന്ന് ചെല്ലുമ്പോൾ ഇപ്പം ചെയ്യുന്ന വർക്കുകളെ പറ്റിയൊക്കെ എല്ലാവരും നല്ല അഭിപ്രായം പറയാറുണ്ട്. എല്ലാവർക്കും നല്ല കാര്യമാണ്. ഞാൻ പോവാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോവാറുണ്ട്. ഉത്സവത്തിനൊക്കെ അങ്ങനെ ക്ഷണിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, അവിടുന്ന് കുറച്ചും കൂടെ ഞങ്ങൾ മാലയിൽ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ വെളിയത്തായിരുന്നു. മാലയിൽ ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടുന്ന് വെളിയത്തേക്ക് വന്നു. അപ്പോൾ അവിടെ അമ്പലത്തിൽ ഞാൻ പണ്ട് താലപ്പൊലിയൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ, മാലയിൽ അമ്പലത്തിൽ. അപ്പൊ കുഞ്ഞായിരുന്നപ്പോൾ അതേ ഉള്ളൂ. സംസാരം കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതിലെ കൊച്ചു കുട്ടികൾ സംസാരിക്കുന്ന പോലെ കേട്ടോ ഉണ്ടോ എന്നൊക്കെ പറയുന്നതൊക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള സംസാരമല്ല, കുറച്ച് ബോൾഡായിട്ട് വേണം സംസാരം. കുറച്ചും കൂടെ ഈ മെച്യൂരിറ്റി ആയിട്ടില്ല എന്ന് ആരെങ്കിലും പറയാം? അമ്മ പറയാറുണ്ട് മെച്യൂരിറ്റി ആയിട്ട്. എല്ലാരും പറയുന്നത് അത് പേഴ്സണലി അല്ല, എല്ലാരും കാണുമ്പോ പറയും നല്ല മെച്യൂർഡ് ആയി പറയും. പക്ഷെ അടുക്കുമ്പോ ഇല്ല. ഞാൻ കുറേ സംസാരങ്ങൾ, കുറേ വാക്കുകൾ ചോദിച്ചു, എങ്കിൽ പോലും ഒരു സാധാരണ ഒരു കുട്ടികൾ സംസാരിക്കുന്നല്ലോ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഒരാളല്ലേ ഉള്ളൂ? ചേച്ചിയുണ്ട്. ചേച്ചി എന്താ ചെയ്യുന്നത്? ചേച്ചി കല്യാണം കഴിഞ്ഞു, ഇവിടെ ടെക്നോ പാർക്കിലായിരുന്നു. ഇപ്പം വർക്ക് ഫ്രം ഹോമാ. ചേച്ചി ഹസ്ബൻഡിന്റെ വീട്ടിലാണ്, കൊല്ലത്താ. ചേച്ചിയൊക്കെ പറയാറുണ്ട് എന്റെ അനിയത്തി ഭയങ്കര സെലിബ്രിറ്റിയാണ്, ഇപ്പൊ ഉള്ളതാണ്ട് പാർവതി ചെയ്ത് 300 നിറവിൽ നിൽക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. അവള് ഞാൻ എവിടെ പുറത്തു പോകുമ്പോൾ ഞാൻ മാസ്ക്, കൊറോണ വന്നതിന് ശേഷം മാസ്ക് വെച്ചിട്ട് പിന്നെ അതങ്ങ് ശീലമായി. മാസ്ക് വെച്ചിട്ട് അപ്പൊ അവള് എൻ്റെ അടുത്ത് പറയും മാസ്ക് വെച്ചോ. അങ്ങനെ എന്നെ സ്ക്രീനിൽ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. ആരും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുമൊന്നുമില്ല. മാസ്ക് വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട്. ഈ കണ്ണൊക്കെ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് അത് മനസ്സിലാവും. ഇപ്പൊ ഞാൻ തന്നെ പുറമെ ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ അവർ മാസ്ക് വെച്ചിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കണ്ടിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും. അല്ല, പ്രത്യേകിച്ച് സ്റ്റാർ മാജിക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മുഖമല്ലേ, അമ്മമാരൊന്നും പെട്ടെന്ന് മറക്കത്തില്ല അല്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ പാർവതി ചെയ്തിട്ടാണോ അതോ സ്റ്റാർ മാജിക് ചെയ്തിട്ടാണോ അതോ വേറെ ഏതെങ്കിലും കറുത്തമുത്ത് സീരിയൽസ് ചെയ്തിട്ടാണോ? ഏറ്റവും കൂടുതലായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഏതാണ്? അത് ആദ്യം കറുത്തമുത്ത്, പിന്നെ സ്റ്റാർ മാജിക്. സ്റ്റാർ മാജിക് ചെയ്തതിന് ശേഷമാണ് കുറച്ചും കൂടി ഈ യങ്സ്റ്റേഴ്സ് പിന്നെ ആ ഒരു രീതിയിലേക്കും കൂടി ആൾക്കാരിങ്ങനെ മനസ്സിലാക്കി തുടങ്ങിയത്. മറ്റേ കറുത്തമുത്ത് കുറച്ചും കൂടി അമ്മമാർക്ക് ഇപ്പോഴും കാണുമ്പോൾ ബാലമോളല്ലേ ചോദിക്കും. ബാലമോൾ എന്നായിരുന്നു അതിലെ ക്യാരക്ടർ. അതറിയാം. ഇപ്പം ഒത്തിരി മെച്യൂരിറ്റി വന്ന കഥാപാത്രങ്ങൾ എനിക്ക് തോന്നുന്നു ഈ സീരിയലിന് ശേഷം വന്ന് കാണും. പക്ഷേ ടൈം കൊണ്ട് കൊടുക്കത്തില്ലായിരിക്കാം അവിടെ ചെയ്യാനായിട്ട്. മറ്റ് സീരിയൽസിൽ അല്ലെങ്കിൽ മറ്റ് ചാനൽസിലെ കോളുകൾ വന്നിട്ടുണ്ടോ? സീരിയൽസ് മാത്രം ചെയ്യാനായിട്ടല്ല, ഇപ്പോൾ റിയാലിറ്റി ഷോസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്, കുറേ ഷോസ് വരുന്നുണ്ട്, ഡാൻസിൻ്റെ ഷോസ് വരുന്നുണ്ട്, അതുപോലെ ബിഗ് ബോസ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് ബിഗ് ബോസിലേക്കാണോ വന്നിട്ട് വിളിച്ചിട്ടുണ്ടോ? ഇപ്പോഴല്ല, ഒരു ടൈമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. സീസൺ 1, 2, 3 സീസൺ ഏത് സീസണാണ്? എനിക്ക് കൊറോണ ടൈമിലുള്ള ഒരു ഇതായിരുന്നു. അതായത് അത് 3 ആണത്. 2020 3 ആണത്. ആ സമയത്ത് വിളിച്ചു. പറഞ്ഞോ വിളിച്ചപ്പോ എന്താ? അല്ല, വിളിച്ചപ്പോ ഒന്നുമില്ല, ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത്ര വലിയ സൂം മീറ്റിംഗ് ആയിരുന്നു അന്ന്. ആ ടൈമിൽ അങ്ങനെ മുന്നേ ഒക്കെ പോയി ഇന്റർവ്യൂസ് ആയിരുന്നു. ആ ടൈമിൽ സൂമിൽ ഇങ്ങനെ ഇന്റർവ്യൂസ് ആയിരുന്നു. അവര് കുറച്ച് ആക്റ്റീവ് ആണോ ചോദിച്ചപ്പോ ഇങ്ങനെയാണോ സംസാരിച്ചത്? അപ്പൊ ഇങ്ങനെ തന്നെ സംസാരിച്ചത്. അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല. കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ആക്റ്റീവ് ആവണം. നമ്മളെ റബ്ബർ ബോൾ പോലെ ഇങ്ങനെ കുറിച്ച് ഇന്നാലേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ബിഗ് ബോസ് കാണാൻ അവര് പറയൂല, കമന്റ്സ് വരും. ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്? അല്ല, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. നവംബർ 16, 99 ആകുമ്പോൾ 25 വയസ്സാവുന്നു. 25 നവംബറിലാവും. ഇപ്പൊ 24. ഈ നവംബറിൽ 25 ആവും. അപ്പൊ എല്ലാവരുടെയും ഒരു ചോദ്യമുണ്ട്, എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണ്? കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പറയാമോ? എൻ്റെ അടുത്ത് കോമൺ ആയിട്ട് ചോദിക്കുന്നത് 25 ഉള്ളൂന്നായിരിക്കും. അല്ല, അത് 25 ഉള്ളൂ എന്നുള്ളത് ചോദിക്കും, അത് സ്വാഭാവികം. അത് കൂടുതലുണ്ടെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. അതല്ല ഞാൻ ചോദിച്ചത്, കോമൺ ആയിട്ടുള്ള ചോദ്യം. എല്ലാവരും കാണുമ്പോൾ കോമൺ ആയിട്ടുള്ള ചോദ്യമുണ്ട്, പറയാമോ? എന്നെ കാണുമ്പോഴോ? 25 വയസ്സായ പെൺകുട്ടികളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കല്യാണമാണോ ഉദ്ദേശിക്കണേ? അതാ ഇപ്പൊ എല്ലാരും തെറ്റിദ്ധാരണ ഇതാണ് കല്യാണം. ഇപ്പൊ അതല്ല ചോദിക്കുന്നത്, ജോലിയൊന്നും ആയില്ലെന്നാ ചോദിക്കുന്നത്. ജോലി ഉണ്ടല്ലോ. ഇത് നമ്മുടെ നാട്ടിൻ പ്രദേശത്തെല്ലാം ഇതൊരു ജോലിയായിട്ട് അവർ കാണാറില്ല. അഭിനയം എന്ന് പറയുന്നത് അഭിനയിക്കല്ലേ, എന്താ ജോലി എന്നാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ച ആരെങ്കിലും ഉണ്ടോ? പിന്നെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നവർ വരെ പറയും വേറെ എന്തെങ്കിലും കൂടി ചെയ്യണ്ടേ. അപ്പൊ ഞാൻ ആലോചിക്കും, ഓക്കെ ചെയ്യാം, നമുക്കത് ചെയ്യാനുള്ള ഒരു അത്യാവശ്യം ഒരു എഡ്യൂക്കേഷൻ സാധനം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യാണ്, ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നാളെ ഇതില്ലാത്തപ്പോൾ നമ്മളൊരു ജോലിയിലേക്ക് ചെയ്യും.
പക്ഷെ അവർ വിചാരിച്ച രീതിയിൽ പൈസയല്ല, നമ്മളൊരു സെലിബ്രിറ്റി ലെവലിൽ ആണ് നിൽക്കുന്നതെന്നാണ് ചിലരുടെ വിചാരം. അത് മാത്രല്ല തീർച്ചയായിട്ടും സീരിയൽ എന്ന് പറയുന്നത് ഉപജീവന മാർഗം തന്നെയാണ്. നമ്മള് എനിക്കറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന 4-5 പേരുണ്ട്, അവർ കാറും വീടും ഒക്കെ സമ്പാദിച്ചത് സീരിയലിലൂടെ തന്നെയാണ്. അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനെ ആരും സീരിയലിൽ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? റിനി എന്താണ് സംഭവിച്ചത്? ഞാൻ കാറെടുത്തു. കണക്കെടുക്കാൻ വന്നതല്ല. കാറെടുത്തു മീൻസ് അങ്ങനെ എനിക്കൊരു ബൾക്ക് എമൗണ്ട് കിട്ടി അപ്പൊ തന്നെ പോയിട്ടില്ല. ഏത് വണ്ടി എടുത്തേ? ക്വിഡ്. ഞാൻ എടുത്തിട്ട് കുറേ, ഞാൻ 18 വയസ്സായപ്പോൾ തന്നെ വണ്ടി എടുത്ത് പഠിച്ച് ഇപ്പൊ അത് കുറെ മീൻസ് 5 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത നമ്മളൊരു BMW ഇല്ലില്ല. ഞാൻ EMI അടച്ചതിന്റെ അത്രയും കൂടെ കുറച്ചും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കുറേ നാളും ഓടിച്ച് ഇനിയിപ്പോൾ 5 വർഷം കൂടെ ഓടിക്കാം. കുറച്ച് നാളോടൊക്കെ ഫ്രീ ആയിട്ട് ഓടിച്ച് നശിപ്പിച്ചിട്ടൊക്കെ ഇപ്പൊ നമ്മുടെ സ്വന്തമായി. 5 വർഷം വരെ ഫിനാൻസ് കമ്പനിയോട് ഷെയർ ഉണ്ടായിരുന്നു, അത് മാറി ഇപ്പൊ സ്വന്തമായി. ഇനിയിപ്പം ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മീൻസ് ഇനി ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തന്നെ ഒന്ന് എന്നോട് ചോദിച്ചു എന്നുള്ളത്. അതുപോലെ എത്രാമത്തെ ഇന്റർവ്യൂ ആണിത്? അധികം കൊടുത്തിട്ടുണ്ടോ? അധികം അങ്ങനെ ഒന്നുമില്ല. ഞാൻ കറുത്തമുത്ത് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പിന്നെ കുറെ ആയി. പിന്നെ ഇപ്പൊ ഈ അടുത്ത് അങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ഇനി ഏത് കഥാപാത്രം ചെയ്യാനായിരിക്കും ഇനി എനിക്ക് കൂടുതൽ എനിക്കിങ്ങനെ എന്താ പറയാ, നമ്മൾ ഒരു കഥ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഇന്ന ആൾക്ക് ആ ഒരു പ്രാധാന്യം വേണം, അങ്ങനെയുള്ള ഇമ്പോർട്ടൻസ് ഉള്ള ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരു സാധനം. അഥവാ ത്രൂ ഔട്ട് ഇല്ലെങ്കിലും അത് ആ ഒരു കഥയുടെ അതെ മെയിൻ ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഇൻട്രസ്റ്റ്. 5 മിനിറ്റ് ആയാലും അത് ആൾക്കാർ ക്യാച്ച് ചെയ്യണം, മറക്കരുത്. തീർച്ചയായിട്ടും കഥാപാത്രം കിട്ടട്ടെ. പ്രേക്ഷകരോട് എന്താ പറയുക നമ്മുടെ? ഇപ്പം ഞാൻ ചെയ്യുന്നത് പാർവതി സീരിയലാണ്. അപ്പോൾ പാർവതി സീരിയൽ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ ഈ സപ്പോർട്ട് തുടർന്നും വേണം. അതുപോലെ എനിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെന്താ, അതൊക്കെ തന്നെ. അപ്പോൾ ഇനി വരാൻ പോകുന്ന കഥാപാത്രങ്ങൾക്കെല്ലാം ആശംസകൾ നേരുന്നു. ഇത് കുറേ അധികം എപ്പിസോഡ്സ് പോട്ടെ എന്ന് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.